ശാസ്താംകോട്ട രാജഗിരി സെയിന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ അതിജീവനം ജനകീയ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. ഇതോടനുബന്ധിച്ച് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും നടത്തി. ശാസ്താംകോട്ട രാജഗിരി സെയിന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ അതിജീവനം ജനകീയ കൂട്ടായ്മയുടെ ഉദ്ഘാടനവും ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. ശാസ്താംകോട്ട ഇൻസ്പെക്ടർ ജെ രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഈ ബോധവൽക്കരണ ക്ലാസ് എടുക്കാൻ വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന ആള് നല്ല ബോധമുള്ള ആള്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ബോധത്തിൽ ചെറിയ കുറവും എന്ന് വിചാരിക്കണ്ട. ഇതൊരു ബോധവൽക്കരണ ക്ലാസ് ഒന്നുമല്ല. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് പോലീസിന്റെ ഭാഗമായിട്ട് ജോലി ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ ചില വിവരങ്ങൾ എല്ലാ കുടുംബ ബന്ധങ്ങളെയും ശിഥിലമാക്കുന്ന തരത്തിലാണ് ഈ ലഹരിയുടെ ഒരു പിടി. ഞാനതിൻ്റെ വേറൊരു തരം നിങ്ങളോട് പറയുക. നിങ്ങൾ കഴിഞ്ഞൊരു 10 വർഷക്കാലത്തെ അല്ലെങ്കിൽ ഒരു 5 വർഷക്കാലത്തെ ഈ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട കേസുകളുടെ ഒരു വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. ഈ സംഘടിതമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരെല്ലാവരും ചെറുപ്പക്കാരാണ്. നേരത്തെയൊക്കെ 10-30 വയസ്സൊക്കെ ആവണമായിരുന്നു ഒരു കേസിലേക്ക് പ്രതിയാവാൻ. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. 18 വയസ്സിൽ വോട്ടവകാശം കിട്ടുന്നു എന്ന് പറയുന്നത് പോലെ 18 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ ജയിലിലേക്ക് പോകാനുള്ള ഒരു അവസ്ഥ കൂടെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്കാണ്. എല്ലാ കേസുകളിലെയും പ്രതികളായി വരുന്നതെല്ലാം ചെറുപ്പക്കാരാണ്. ഇടവക വികാരിയും അതിജീവനം ജനകീയ കൂട്ടായ്മ രക്ഷാധികാരിയുമായ ഫാദർ ജെയ്സൺ ജോസഫ് അധ്യക്ഷത വഹിച്ചു. എക്സൈസ് സിവിൽ ഓഫീസർ എ ഷീബ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. മിന്നുന്നു പലതെങ്കിലും അവ പൊന്നല്ലെന്നുണ്ണി, പൊള്ളയായ പഴത്തിനുള്ളിൽ വിത്തുമില്ലുണ്ണി, ദീപനാളം കണ്ടു പാറും പ്രാണികൾ പോലെ, ദീപനാളം കണ്ടു പാറും പ്രാണികൾ പോലെ, ചിറകുവെന്തു കരിഞ്ഞു മണ്ണിലടിഞ്ഞിടല്ലുണ്ണി. അതിജീവനം കോർഡിനേറ്റർ ടി എ സജി, സിസ്റ്റർ ഹെലന മേരി, ജോസഫ് ജോയ്, ടോബിൻ, ഉമേഷ് ലോറൻസ്, റേച്ചൽ മേരി ജോസ്, ജോഷുവ ജോസ്, സോജ മനു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.